എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ചെയ്താൽ നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ വിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്താലേ സാധിക്കുള്ളൂ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ ഇതെൻ്റെ വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്തും തരാം. അപ്പോൾ ഞാൻ ഡീപ്പായിട്ട് നോക്കി തരാം. പിന്നെ നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ നോക്കി പറഞ്ഞാൽ എടുക്കുമ്പോഴേ കാർഡ് എടുക്കുമ്പോഴേ നിങ്ങളുടേതായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേരുടെ എനർജിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട്, വിവാഹ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിവേഴ്സ് എൻ്റെ വ്യക്തികളുടെ അവർ സ്നേഹിക്കുന്ന യൂണിവേഴ്സിൻ്റെ വ്യക്തികളുടെ കറണ്ട് ഫീലിങ്സ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യൂണിവേഴ്സിൻ്റെ വ്യൂസിൻ്റെ വ്യക്തികൾ, അവർ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യൂണിവേഴ്സിൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യൂണിവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യൂണിവേഴ്സ് എൻ്റെ 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 സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യൂണിവേഴ്സ് ശരി. എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവർ തിരിച്ചു വരുമോ? എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവർ തിരിച്ചു വരുമോ? എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ എന്താണ്, അവർ തിരിച്ചു വരുമോ? എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരെ വ്യക്തികളുടെ തിരിച്ചു വരുമോ? എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരെ വ്യക്തികളുടെ തിരിച്ചു വരുമോ? എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരെ തിരിച്ചു വരുമോ? എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരെ തിരിച്ചു വരുമോ? എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ എന്താണ്, അവര് തിരിച്ചു വരുമോ? ഓക്കെ, അപ്പൊ അവരെ തിരിച്ചു വരുന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ അവര് വളരെ പ്രയാസത്തിലാണ്. അവര് വളരെ സങ്കടപ്പെട്ടിട്ടാണ്, അവര് ഒരുപാട് ഇമോഷനാണ്, വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഇപ്പൊ അവരിയ്ക്കുന്നത്. ഇനി ഇപ്പൊ അവർക്കൊരു ചതി പറ്റിയിട്ടുണ്ട്, ഒരു വഞ്ചന കിട്ടിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ അവര് നിങ്ങളെ ഇട്ടിട്ട് അവര് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് ഒരു ചീറ്റിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടുന്ന് ചീറ്റിങ് കിട്ടിയിട്ട് അവര് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവര് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് പറയുന്നത്. ഇപ്പൊ അവര് വളരെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്, ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെയാണ് അവർ അനുഭവിക്കുന്നത് കേട്ടോ. അവർക്ക് ഇപ്പം ഒരു ബുദ്ധിമുട്ടുള്ളൊരു തീരുമാനത്തേക്കാണ് കാണിക്കുന്നത്. പെട്ടെന്ന് എങ്ങനെ നീങ്ങണം ആകെ പെട്ടുപോയ പോലെയായി. അവർക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അവരുടെ ഇടയിൽ കിടന്നിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ കിടന്നിട്ട് അവരിങ്ങനെ സ്റ്റക്കായി നിൽക്കാണ്. എന്താ ഒരു പ്രതിസന്ധി, ഒരുപാട് പ്രശ്നങ്ങള്, ഒരു സ്തംഭനാവസ്ഥ. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഏത് തെരഞ്ഞെടുക്കണം, അങ്ങനെയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത്. മൊത്തത്തില് അവരിപ്പോ കൺഫ്യൂഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. അവര് ഇപ്പൊ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവര് വേറെ ഒരു ആളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, വേറൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവര് നല്ലതിലല്ല നിൽക്കുന്നത്. അവർ തമ്മിൽ അവിടെ നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നാണ് പറയണേ കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. കാലങ്ങൾ മാറി വരാൻ പോവാണ്.
അപ്പൊ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. നിങ്ങൾ ഇനി സമയമെല്ലാം ചേഞ്ച്, ടൈം നല്ല ചേഞ്ച് ആവാൻ പോവാണ്. ഒരു കർമ്മയൊക്കെ അനുഭവിക്കേണ്ടത് അതൊക്കെ അനുഭവിച്ച് ഇനി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് പറഞ്ഞത്. ഇനി ഒരു നല്ലൊരു ചേഞ്ച് ആണ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാനായിട്ട്, നിങ്ങൾ നേർവഴി നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ഭൂമി വാങ്ങിക്കാനോ വിൽക്കാനോ അതിനൊക്കെ സാധ്യതയാണ് പറയുന്നത്. ഇനി ഭാഗ്യാണ് വരുന്നത്. നിങ്ങൾ നല്ല സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ നിങ്ങളിപ്പോ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഇപ്പൊ അവിടെ പോയടത്ത് എന്തായാലും വലിയ ഗുണമൊന്നുമില്ല. അവിടെ ഇപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളും ചില സംഘടനകളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ട്, നിങ്ങളെ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയ സ്ഥലത്തുനിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളും വളരെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവിടെ. വളരെ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളാണ് അവിടെ അനുഭവിക്കുന്നത്. ഇനി നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് കേട്ടോ. ഇനി നിങ്ങളായിട്ട് പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നാലേ അവർക്ക് ആ വ്യക്തിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ആഘോഷമൊക്കെയാണ് വരുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വന്ന് നല്ലൊരു ആഘോഷമൊക്കെയാണ് പറയുന്നത്. ഇനി വിവാഹത്തിന്റെ ആഘോഷം, കുട്ടിയുടെ ജനന, ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, അങ്ങനെ എല്ലാം സെലിബ്രേഷനുകളാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി നടക്കാൻ പോകുന്നത്. ഇനി എല്ലാ കാര്യത്തിലും വിജയമാണ് ഉണ്ടാവാൻ പോകുന്നത്. സന്തോഷവും വിജയൊക്കെയാണ് പോകുന്നത്. നിങ്ങളിലേക്ക് ആ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ട് ഭയങ്കര സന്തോഷം പറയണത്. അപ്പൊ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നാണ് പറഞ്ഞത്. റീയൂണിയൻ പറയണു. നിങ്ങൾക്ക് സന്തോഷം വരാണ്. എങ്ങനെയാണ് സന്തോഷം വരുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുമായിട്ട് സന്തോഷകരമായ പുനഃസമാഗമം. അപ്പൊ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാവാൻ പോണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതെല്ലാം എന്താണ്, ആ വ്യക്തിയുടെ ഈഗോ ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഈഗെല്ലാം പോയി നല്ലതിൽ വന്നിട്ടുണ്ട്. എത്ര പ്രോബ്ലം വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. നല്ല ഈശ്വരാധീനമുള്ള ഒരാളാണ് കേട്ടോ. ഈശ്വരാധീനമുള്ള വ്യക്തികളാണ്. ഇനി എന്താ, വീട്ടിലെല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. എല്ലാത്തിന്റെ ടോപ്പായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. നല്ല മനസ്സിന് ഉടമയാണെന്നാണ് പറഞ്ഞത് ആ വ്യക്തി. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പവർഫുൾ പേഴ്സൺ ആണ് ആ വ്യക്തി. ഈ വ്യക്തിക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു കഴിവുണ്ട്. അടുക്കും ചിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. സ്വന്തം തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. ഒരു പേടിയൊന്നുമില്ല, മറ്റാരും പേടിയൊന്നുമില്ല. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെയോ എന്തോ ഇത് വരുന്നുണ്ട്, ഒരു അബണ്ടന്റ് വരുന്നുണ്ടെന്നാണ്. നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുന്നതിന് ബിസിനസ്സിലായാലും എതിരായാലും നല്ല പ്രോഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. ഇനി നല്ല ഈശ്വരാനുഗ്രഹം നന്നായിട്ടുണ്ട്, ഈശ്വരാധീനം നന്നായിട്ടുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണ് കഷ്ടപ്പെട്ടത്, അതിനു വേണ്ടി നിങ്ങൾക്ക് ഇനി നല്ലതാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളിലേക്ക് നല്ലതാണ് വരാൻ പോകുന്നത്. പിന്നെന്താ, നിങ്ങൾ നല്ല സ്നേഹമുള്ള നല്ല ദമ്പതികളാണെന്നാണ് പറയണത്. പക്ഷെ അതിനുള്ളിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ഇട്ടുണ്ട് പോയത്. അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് തന്നെയാണ് ഇനി തിരിച്ചു വരുന്നത്. ഇനി എന്താ, ജോലി സ്ഥലത്തോ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഇതൊക്കെ ഇപ്പൊ ഒരുപാട് സമ്മർദ്ദമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു തർക്ക വിഷയത്തില് ഒരു അഭിപ്രായം പറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പോയിടത്തുനിന്ന് അവര് തമ്മില് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവര് തമ്മിൽ ഇപ്പൊ ഒരു സ്നേഹമല്ല, അവര് തമ്മില് ഒരു ബൗണ്ടറി വന്നു എന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹത്തില് ഒരു ബൗണ്ടറി വന്നു എന്നാണ് പറയണത് കേട്ടോ. ഇപ്പൊ ഇത്തിരി സാമ്പത്തികമായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകള് അനുഭവിക്കുന്ന ഒരു സമയമാണ്. പൈസ സാമ്പത്തികമായിട്ടൊക്കെ ഒന്നാലെ ഇവർക്ക് അസുഖം വരെ, അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ഒരുപാട് പൈസ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത് ഇപ്പൊ.
നല്ല ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിൽ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ഒരുപാട് പൈസ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് വരുന്നു. നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നതാണ് പറയുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി സംതൃപ്തി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി സമാധാനമൊക്കെയാണ് വരാൻ പോകുന്നത്. സന്തോഷവും എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോവാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മയും സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടും വളരെ അഡിക്റ്റഡ് ആണ്. ആ വ്യക്തി നിങ്ങളിലും വളരെ അഡിക്റ്റഡ് ആണ്. എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഓർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ വളരെ ഡീപ്പ് ലവ് ആണ്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയണത്. പക്ഷെ അതിലൊരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്ന് നിങ്ങളെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ അവിടെ നിന്ന് ശരിക്കും പണി കെട്ട് ഇനി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണു. ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയത്. ഇപ്പൊ അവിടെ നിന്ന് നല്ല പണി കെട്ടി ഇനി നിങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്ന് നിങ്ങളെ സന്തോഷമായിട്ടിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷ സമാധാനം എല്ലാം വരാൻ പോണ, ആഘോഷങ്ങളെല്ലാം വരാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. വാട്സാപ്പ് നമ്പറാണ്. ഓക്കെ, ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.